നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പെടുത്ത പശ്ചാത്തലത്തിൽ ശബരിമല യുവതീ പ്രവേശനത്തിലെ നിലപാട് തിരുത്തി ഇടത് സർക്കാരിന് കീഴിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന മുൻ നിലപാട് മാറ്റുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കപ്പെടണമെന്നതാണ് നിലപാട്. ഇതോടെ യുവതീ പ്രവേശനത്തെ എതിർത്ത് സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കാനാണ് ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നത്. ഇക്കാര്യം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സുപ്രീം കോടതിയുടെ ഉത്തരവിനെ എതിർക്കുക എന്നത് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാലാകാലങ്ങളായി നിലവിലുണ്ടായിരുന്ന സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച ആചാരങ്ങൾ നിലനിർത്തുക എന്നതാണ് ബോർഡിന്റെ അഭിപ്രായം. അത് സുപ്രീം കോടതിയെ അറിയിക്കാൻ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. മുൻപ് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാട് CPM-ന് വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ഭക്തജന രോഷം അക്കാര്യത്തിൽ സർക്കാർ നേരിടേണ്ടി വന്നു. ഈ പശ്ചാത്തലത്തിലാണ് മുൻ നിലപാട് വേണ്ടെന്ന് വെച്ച് ആചാരം സംരക്ഷിക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നത്. 2019 നൽകിയ സത്യവാങ്മൂലമാണ് ബോർഡ് തിരുത്തി നൽകുന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യം ബോർഡ് വിശദമായി ചർച്ച ചെയ്തുവെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. ശബരിമലയിൽ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ബോർഡിന് ആശയക്കുഴപ്പമില്ലെന്നും നിലവിലുള്ള ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ബോർഡ് നിലപാട് അറിയിക്കുമെന്നും വിധിയെ എതിർക്കുമെന്നും കെ ജയകുമാർ പറഞ്ഞു. വിശ്വാസികൾക്കൊപ്പമാണ് ബോർഡ്. ദേവസ്വം ബോർഡ് ഒരിക്കലും യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വ്യക്തികൾ അനുകൂലിച്ചിട്ടുണ്ടാകുമെന്നും 2020 അഭിഭാഷകന്റെ നിലപാടാണെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശനത്തിൽ നിർണായക നിലപാട് മാറ്റമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റേത്. നിലപാട് അറിയിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുമെന്നും ജയകുമാർ വ്യക്തമാക്കി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടക്കമുള്ളവർ മാർച്ച് 14 നിലപാട് അറിയിക്കണമെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേസിൽ വിശദവാദം ഏപ്രിൽ 7 തുടങ്ങുന്നത്. ഇതിനായി 9 അംഗ ഭരണഘടനാ ബെഞ്ചും രൂപീകരിക്കും. അംഗങ്ങളെ ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും. കക്ഷികൾ നിലപാട് എഴുതി നൽകണം. വാദത്തിന് ഏപ്രിൽ 22 വരെ സമയപരിധിയും നിശ്ചയിച്ചിട്ടുണ്ട്. വാദത്തിനും മറുവാദത്തിനും 2 ദിവസം വീതം സമയം നൽകും. അമിക്കസ് ക്യൂറിയായ കെ പരമേശ്വരന് 21 വാദങ്ങൾ ഉന്നയിക്കാം. പുനഃപരിശോധന ഹർജികളെ പിന്തുണയ്ക്കുന്നതായി കേന്ദ്രം വ്യക്തമാക്കി. ഏപ്രിലിൽ തന്നെ വാദം പൂർത്തിയാക്കും. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുള്ള 5 അംഗ ഭരണഘടനാ ബെഞ്ച് വിധിക്കെതിരായ പുനഃപരിശോധന ഹർജി അടക്കമാണ് പരിഗണിക്കുന്നത്. ഇതുൾപ്പെടെ സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യവും മതാചാരങ്ങളുടെ അനിവാര്യതകളുമായി ബന്ധപ്പെട്ട 67 ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇതര മതസ്ഥനെ വിവാഹം ചെയ്യുന്ന പാർസി സ്ത്രീയുടെ ആരാധനാവകാശം, ദാവൂദി ബോറ വിഭാഗക്കാർ പെൺകുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ മാറ്റം വരുത്തുന്ന രീതി, മസ്ജിദുകളിലെ സ്ത്രീ പ്രവേശനം എന്നിവ സംബന്ധിച്ച കേസുകളിലെ നിയമപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികളും കോടതി പരിഗണിക്കും. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ മുൻപ് സ്വീകരിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നായിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ അടക്കമുള്ളവർ നേരത്തെ നിലപാട് അറിയിച്ചിരുന്നത്. LDF സർക്കാർ പഴയ ആചാരങ്ങൾ തുടരാൻ തീരുമാനിച്ചു. പഴയ സാഹചര്യത്തിന് അനുകൂലമായ നിലപാട് സർക്കാർ ഇനിയും തുടരുമെന്നാണ് പ്രതീക്ഷ. തിരഞ്ഞെടുപ്പും രാഷ്ട്രീയവുമായി ഇക്കാര്യം കൂട്ടിക്കുഴയ്ക്കുന്നില്ല. ശബരിമല വിഷയത്തിൽ സർക്കാർ ഉറപ്പൊന്നും നൽകിയിട്ടില്ലെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 25 മതസ്വാതന്ത്ര്യം എന്നതാകും കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കുക. അനുച്ഛേദം 25 പറയുന്ന വ്യക്തി അവകാശങ്ങളും അനുച്ഛേദം 26 പറയുന്ന പ്രത്യേക വിശ്വാസ സമൂഹങ്ങളുടെ അവകാശങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധം, മതത്തിലെ പ്രത്യേക വിശ്വാസ സമൂഹങ്ങളുടെ അവകാശങ്ങൾ സമത്വമടക്കം വിഭാവനം ചെയ്യുന്ന ഭരണഘടനയുടെ പാർട്ട് 3 വിധേയമാണോ? അനുച്ഛേദം 25ഉം 26 പ്രകാരം ധാർമ്മികത എന്ന വാക്കിന്റെ പരിധി, അതിൽ ഭരണഘടനാ ധാർമ്മികത ഉൾപ്പെടുമോ? മതാചാരങ്ങൾ എത്രത്തോളം ജുഡീഷ്യൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധിക്കും? അനുച്ഛേദം 25(2)(b) പറയുന്ന ഹിന്ദുമതത്തിലെ വിഭാഗങ്ങൾ എന്നതിൻ്റെ അർത്ഥമെന്ത്? മറ്റു വിശ്വാസ സമൂഹത്തിലുള്ളവർക്ക് അവരുടേതല്ലാത്ത വിശ്വാസ സമൂഹങ്ങളുടെ ആചാരത്തെ പൊതുതാൽപര്യ ഹർജിയിലൂടെ ചോദ്യം ചെയ്യാനാകുമോ? തുടങ്ങിയ കാര്യങ്ങളാകും പരിഗണിക്കുക.